വൈതൽ കോൻ അർജുൻ കെ വി. ഇതുവരെയുള്ള കാലം തോമസിന് രണ്ട് ജീവിതമേ ഉണ്ടായിട്ടുള്ളൂ. ബിഫോർ ക്രൈസ്റ്റ്, ആനോ ഡൊമിനി എന്നൊക്കെ പറയും പോലെ അയാളുടെ രണ്ട് ജീവിതങ്ങളെപ്പറ്റിയും പറയാം. മുമ്പ് കണ്ണൂർ ആദികടലായി ബീച്ചിലുള്ള ഒരു റിസോർട്ട് സമുച്ചയത്തിൽ തോമസ് ജോലി ചെയ്തിരുന്നു. അവിടെ വെച്ചാണ് ഗസ്റ്റായി വന്ന ഒരു എഴുത്തുകാരനെ തോമസ് പരിചയപ്പെട്ടത്. രാവിലെ മുറിയിൽ നിന്നും ഇറങ്ങി വന്ന് കടലിലേക്ക് നോക്കി ചായ കുടിക്കുകയായിരുന്ന അയാൾ തോമസിനെ കണ്ടപ്പോൾ കുറച്ചു നേരം മിണ്ടിപ്പറയാമെന്ന മട്ടിൽ അടുത്തേക്ക് വിളിച്ചു. പേര് ചോദിച്ചു. സാറേ, എൻ്റെ പേര് തോമസ് എന്നാണ്. തോമസ് കൈ പിണച്ച് അതിവിനയം കാണിച്ചു. കിഴക്കാണ് വീട്. ഒടുവള്ളിത്തട്ടും കഴിഞ്ഞ് പോണം. നടുവിൽ ടൗണിലെത്തേണ്ട. സ്കൂളിനടുത്താണ് വീട്. അവിടുന്ന് ഇവിടത്തേക്ക് 45 കിലോമീറ്റർ കുറയാത്ത ദൂരമുണ്ട്. പോയി വരവ് നല്ല ചെലവാ. 3 ആഴ്ച കൂടുമ്പോഴേ വീട്ടിൽ പോകത്തുള്ളൂ. തോമസിന് ഭാര്യ നാൻസിയും മകൾ എൽസയുമുണ്ട്. എൽസയ്ക്ക് അന്ന് 5 വയസ്സ് പ്രായം. ട്രാജഡി മാത്രം കളിക്കുന്ന ടാക്കീസിൽ ഒരേ കാലം ഒരുമിച്ചോടിയ 2 പടങ്ങളായിരുന്നു തോമസിൻ്റെയും നാൻസിയുടെയും കുടുംബം. കുത്തൊഴുക്കിൽ പിടിവള്ളിയും കമ്പും പിടിച്ചു കയറിയപ്പോൾ കുടുംബവും ബന്ധവും പലയിടങ്ങളിലായി ചിതറി. ഉള്ളത് വിറ്റുപിറക്കിയും ഭാഗം വെച്ചതിനു ശേഷം തോമസിൻ്റെ അപ്പനും അമ്മച്ചിയും ദൈവവിളിയിൽ നേരിട്ട് മുകളിലോട്ട് പോയി. നാൻസിയുടെ അപ്പനോടും അമ്മച്ചിയോടും ദൈവം പള്ളി വകയിലുള്ള സ്നേഹകൂടാരം എന്ന വൃദ്ധസദനത്തിൽ തൽക്കാലത്തേക്ക് വിലയം പ്രാപിക്കാൻ പറഞ്ഞു. തോമസും എൽസയും കെട്ടുകഴിഞ്ഞ് പലയിടങ്ങളിലായി വാടകയ്ക്ക് കഴിഞ്ഞു. ഉള്ളിച്ചാക്കിൻ്റെയും ഉണക്കുമീനിൻ്റെയും നാറ്റം സഹിച്ച് അങ്ങാടിക്ക് പിറകിലെ ഒറ്റമുറിയിലും ആസിഡ് വെള്ളമൊഴുകുന്ന റബ്ബർ തോട്ടത്തിലെ മെഷീൻ പുരയിലും താമസിച്ചതൊന്നും മരണം വരെ മറക്കില്ലെന്ന് നാൻസി പറയും. വയറ്റിലുണ്ടായപ്പോഴാണ് അവൾ സ്വന്തമായിട്ടൊരു വീട് വേണമെന്ന് കട്ടായം പറഞ്ഞത്. നാൻസിയുടെ കഴുത്തിലുള്ളത് പണയം വെച്ചും പരിചയത്തിലുള്ളവർ തന്ന കടവും ചേർത്ത് 4 സെന്റ് സ്ഥലവും ഒരു ആസ്പെറ്റോസ് മേഞ്ഞ വീടും കെട്ടി താമസം തുടങ്ങി. ഇപ്പോൾ കാണുന്ന പിന്നാമ്പുറത്തെ കക്കൂസും കോഴിക്കൂടും നാൻസി തയ്യൽ പഠിച്ചതിന് ശേഷം ഉണ്ടായതാണ്. കിണറുണ്ടെങ്കിലും നവംബറിൽ തന്നെ വെള്ളം കുറയും. പൂർവികരെ മറന്നു പോവാണ്ടിരിക്കാൻ മിച്ചമുള്ള മണ്ണിൽ കുറച്ച് കൊള്ളിത്തണ്ടും മഞ്ഞളും ഇഞ്ചിയും തോമസ് കൊല്ലം തോറും കുഴിച്ചിട്ടു. തൂമ്പാക്കാലും പിടിച്ച് മുറ്റത്തേക്ക് വിയർത്തു വരുന്ന തോമസിന് നാൻസി കട്ടൻ കാപ്പി ഉണ്ടാക്കി കൊടുത്തു. പിന്നെയും ബാക്കിയാവുന്ന സമയം കുപ്പിയിലും ചിരട്ടയിലും മണ്ണ് നിറച്ച് നാൻസി ഒരുപാട് നനവ് വേണ്ടാത്ത കുറച്ച് ചെടികളും വളർത്തിയെടുത്തു. സ്വയം പരിചയപ്പെട്ട സ്ഥിതിക്ക് ഇനി എഴുത്തുകാരനെ പറ്റി കൂടുതൽ അറിയണമെന്ന് തോന്നിയെങ്കിലും തോമസ് ആയിട്ടൊന്നും ചോദിക്കാൻ നിന്നില്ല. സാമാന്യം ഉയരമുണ്ട്. പ്രായം 55 കഴിഞ്ഞു കാണും. കട്ടി മീശയുണ്ട്. കണ്ടാൽ ഒരു സർക്കാർ ജോലിക്കാരനെ പോലെ തോന്നിക്കും. മുടി കറുപ്പിച്ചെടുത്തത് കാണുമ്പോൾ വിരമിച്ചതാണോന്നും സംശയം വരും. കടപ്പുറത്താണ് തൻ്റെ വീടെന്ന് മാത്രം എഴുത്തുകാരൻ പറഞ്ഞു. അങ്ങോട്ട് ചേർന്ന് നിന്നാൽ കാണുന്നത് ആ കണ്ണൂർ കോട്ട. തോമസ് എഴുത്തുകാരന് കാണിച്ചു കൊടുത്തു. ഓ, ഗാമയുടെ കോട്ട. അതിന് പഴക്കം 500 കൊല്ലമൊക്കെയേ ഉള്ളൂ തോമസേ. തൻ്റെ കൈലിമുണ്ട് മുറുക്കിയെടുത്ത് അയാൾ വെട്ടിയൊതുക്കിയ പൂന്തോട്ടത്തിൽ ഇറങ്ങി നിന്നപ്പോൾ കടൽക്കാറ്റ് അവിടെ നിന്നും മാറി നിന്നു. ഈ കാണുന്ന കടലിൻ്റെ പ്രായം തോമസിന് ഊഹിക്കാൻ പറ്റുമോ? അതിൻ്റെ പ്രായമൊക്കെ എങ്ങനെ അറിയാനാണ്? തോമസ് വെറുതെ കടലിനെ നോക്കിയതേയുള്ളൂ. എഴുത്തുകാരനും കടൽ നോക്കിയിരിക്കുന്ന പരിപാടിയുണ്ടെന്ന് മാത്രം തോമസിന് മനസ്സിലായി. വെയിൽ തെളിഞ്ഞു വരുമ്പോൾ വെള്ളത്തിൽ തെളിഞ്ഞോളം വെട്ടി. കടൽത്തിട്ടിലേക്ക് നടന്നു ചെന്ന എഴുത്തുകാരൻ 2 സിഗരറ്റുകളിൽ ഒന്ന് തോമസിന് നീട്ടി. മറ്റൊന്ന് കാറ്റിൽ ശ്രമപ്പെട്ട് കത്തിക്കുകയും ചെയ്തു. പിന്നെ ചെമ്മീനിലെയും അമരത്തിലെയും സിനിമാ പാട്ടുകൾ വരിയോർത്ത് പാടുകയും തോമസിനോട് ചിരിക്കുകയും ചെയ്തു. എഴുത്തുകാരന് ഇനിയും എന്തൊക്കെയോ മിണ്ടി പറയണമെന്നുണ്ട്. ഷിഫ്റ്റിന് സമയമായില്ലെന്ന് ഉറപ്പിച്ച് തോമസ് കേൾക്കാൻ തയ്യാറായി നിന്നു. തോമസിന് ഭരതനെ അറിയില്ലേ? ഭരതൻ. തോമസിന് 3 ഭരതന്മാരെ അറിയാമായിരുന്നു. 1 പറവൂർ ഭരതൻ, 2 സംവിധായകൻ ഭരതൻ, 3 വീടിനടുത്തുള്ള അനാദിപീഡിയയിലെ ഭരതൻ. തോമസ് ഊവെന്ന് തലയാട്ടി. അങ്ങേര് അവസാനം പ്ലാൻ ചെയ്ത സിനിമയിൽ രാവണനായിരുന്നു ഹീറോ. അങ്ങേര് അതിനു വേണ്ടി മനസ്സിലുണ്ടാക്കിയ രാവണൻ കോട്ടയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. തോമസ് അതറിയാൻ ഒരു പടി മുമ്പോട്ട് കടന്നു നിന്നു. കടപ്പുറത്ത് കരിങ്കല്ലിൽ പണിത കോട്ട. അത് കേട്ടപ്പോൾ തോമസിന്റെ നോട്ടം നേരെ സെന്റ് ആഞ്ചലസ് കോട്ടയിലേക്ക് പോയി. 10 മണി വെയിൽ ചെങ്കലിനെ കൂടുതൽ ചുവപ്പിക്കുന്നു. ആയിക്കരയിൽ നിന്നും പരൽമീനുകൾ പായും പോലെ ബോട്ടുകൾ കോട്ടയ്ക്ക് മുന്നിലൂടെ തെളിഞ്ഞുപോയി. അതിൻ്റെ ചിറകു തട്ടിത്തെറിക്കുന്ന ഉപ്പ് തുള്ളികൾ പോലെ കാക്കകൾ മാപ്പിള ബേക്ക് മുകളിലോട്ട് പറന്നു. സത്യം പറഞ്ഞാൽ എഴുത്തുകാരൻ ഒരു സിനിമാക്കാരൻ കൂടിയാണെന്ന് തോമസിന് ഉറപ്പായി. തോമസിന് സിനിമകൾ ഇഷ്ടമാണ്. നാൻസിക്കും. എഴുത്തുകാരനോടുള്ള ബഹുമാനം തോമസിന് പിന്നെയും വർദ്ധിച്ചു.
3 ദിവസം കഴിഞ്ഞാണ് എഴുത്തുകാരൻ ചെക്കൗട്ട് ചെയ്തത്. ബാക്കി ദിനങ്ങൾ അയാൾ മുറിക്ക് പുറത്തിറങ്ങിയില്ല. എഴുത്തു പരിപാടി വല്ലതുമായിരിക്കുമെന്ന് തോമസിന് തോന്നി. കൂടെ പണിയെടുക്കുന്നവരോടൊക്കെ അയാൾ അത് പറയുകയും ചെയ്തു. ടാക്സിക്കാറിൽ എഴുത്തുകാരനെ സ്റ്റേഷനിലോട്ട് പറഞ്ഞു വിടുമ്പോൾ ഗേറ്റിന് ചാരി നിന്ന് തോമസ് യാത്ര പറഞ്ഞു. കാർ കാഴ്ചയിൽ നിന്ന് മറയും വരെ നോക്കി നിന്നു. അന്ന് വൈകുന്നേരം ടൗണിൽ പോയപ്പോൾ തോമസ് ഒരു പഴയ പുസ്തകക്കടയിൽ കയറി. റാക്കിൽ അടുക്കി വെച്ച പുതിയ ചില പുസ്തകങ്ങളൊക്കെ മറിച്ചു നോക്കി. പക്ഷെ പഴയ പുസ്തകങ്ങളായിരുന്നു തോമസിന് വേണ്ടിയിരുന്നത്. പേഴ്സിലുണ്ടായ ഒറ്റ നോട്ട് കൊടുത്ത് കുറച്ച് പുസ്തകങ്ങൾ വാങ്ങിച്ചു. ചെറുപ്പത്തിൽ എപ്പോഴും മുടങ്ങിക്കിടന്ന വായനാശീലത്തെ തോമസ് അങ്ങനെ പൊടിതട്ടിയെടുത്തു. അതിന് പ്രേരണയായത് റിസോർട്ടിൽ പരിചയപ്പെട്ട എഴുത്തുകാരനായിരുന്നു. അയാൾക്ക് തോമസ് ഉള്ളിൽ ഒരുപാട് നന്ദിയും പറഞ്ഞു. പിന്നീടുള്ള ദിവസങ്ങളിൽ പറ്റാവുന്ന സമയമൊക്കെ വായിക്കുകയും സിറ്റിയിലൂടെയും ആനയിടുക്കിലൂടെയും താവക്കരയിലൂടെയും തോമസ് അലഞ്ഞു നടക്കാനും തുടങ്ങി. തോമസിന് പിറകെ കോലത്തിരിക്കാരും അറക്കൽ ദേശക്കാരും ശുഹദാക്കളും കൂടെ കൂടി. ഒഴിവു സമയങ്ങളിൽ പൂന്തോട്ടത്തിൽ വന്നിരിക്കുന്ന തോമസിനെ പതിവ് പോലെ കാണാത്തപ്പോൾ കടൽ തിരണ്ടിച്ചിറകു പോലെ തിരയിളക്കി. പിന്നെയും മാസങ്ങൾ കഴിഞ്ഞു. ഒരു രാത്രി നാൻസി പലതവണയായി തോമസിനെ ഫോണിൽ വിളിച്ചുകൊണ്ടിരുന്നു. കരച്ചിലും വേവലാതിയും അടക്കി പിടിച്ച് പിന്നെയും പിന്നെയും വിളിച്ചപ്പോൾ തോമസ് വിളി കേട്ടു. ഉറക്കം വരാത്തത് കാരണം വൈകിയ രാത്രിയിലും കടൽത്തിട്ടിലിരുന്ന് ഉൾക്കടലിലേക്ക് നോക്കുകയായിരുന്നു അയാൾ. കയ്യിൽ കനമുള്ള ഏതോ പുസ്തകവും ഫ്രെയിമിളകിയ കണ്ണടയും ഉണ്ടായിരുന്നു. നാൻസിയുടെ ഫോൺ വിളിക്ക് തൊട്ടു മുമ്പ് മിലൻഡയിൽ നിന്ന് പുറപ്പെട്ട സാന്റാഫെയിൽ, സാൻ ഗബ്രിയൽ എന്നീ 2 കപ്പലുകൾ വഴിതെറ്റിപ്പോകുന്നത് തോമസ് കണ്ടിരുന്നു. ലൈറ്റ് ഹൗസിലിരുന്ന് ആകാശത്തേക്ക് തുഴഞ്ഞുകൊണ്ടിരുന്ന വെട്ടം നാൻസി മിണ്ടി തുടങ്ങിയപ്പോൾ ഇല്ലാതായി. എൽസ കുഞ്ഞിന് വയ്യ. നാൻസി കരച്ചിൽ വന്ന് മുഴുമിപ്പിച്ചില്ല. കുഞ്ഞിന് മുമ്പും പലതവണ ശ്വാസമുട്ടുണ്ടായിട്ടുണ്ട്. കുഞ്ഞിനെ എടുക്കാനും നാൻസിയെ സമാധാനിപ്പിക്കാനും തോമസിന് അപ്പോഴൊന്നും കഴിഞ്ഞിരുന്നില്ല. പുലരാൻ കാത്തു നിൽക്കാതെ ബോസിനോട് കാര്യം പറഞ്ഞു. ഒരു കൊറിയൻ തൊഴിലാളി ബൈക്കിൽ കാൾടെക്സിൽ കൊണ്ടുവിട്ടു. അവിടെ നിന്ന് തളിപ്പറമ്പ് വരെ ഒരു നാഷണൽ പെർമിറ്റ് ലോറിയിലും കിഴക്കോട്ട് പല വണ്ടികളിലായി കൈകാണിച്ച് കയറിയും അവസാനം നടുവിരുത്തി. നടന്നും ഓടിയും വീട്ടിലേക്കുള്ള കയറ്റം കയറുന്ന തോമസിനെ നാൻസി ജനലിലൂടെ കണ്ടു. എൽസ കുഞ്ഞിന് പിന്നെയും ശ്വാസം മുട്ട് തോന്നിയപ്പോൾ തോമസ് അവൾക്ക് ഇൻഹേലർ കൊടുത്തു. വയ്യാതായ എൽസയെ തോളിലേക്ക് ചായ്ച്ചു. അവളുടെ കുഞ്ഞു വാരിയലുകൾ അയാളുടെ മെലിഞ്ഞ ശരീരത്തിൽ ഉയർന്നും അമർന്നും കൊണ്ടിരുന്നു. എൽസയുടെ വലിയൊന്ന് കുറയുകയും അവളൊന്ന് ഉറങ്ങുകയും ചെയ്തപ്പോൾ നേരം വെളുത്തിരുന്നു. ഇനി ദൂരത്തുള്ള പണിയൊന്നും വേണ്ട, നാൻസി എൽസയെ പുതപ്പിക്കുന്നതിനിടെ മുഖം നോക്കാതെ പറഞ്ഞു. വിളിച്ചാൽ ഓടി വരാൻ പറ്റുന്ന വല്ലയിടത്തും മതി. രൂപക്കുട്ടിനുള്ളിൽ മിന്നിയ മങ്ങിയ വെളിച്ചത്തിൽ കുരിശു വരച്ച ശേഷം നാൻസി തോമസിന്റെ മുഖം ഉള്ളം കൈയിൽ കോരിയെടുത്തു. തിരവന്നു കരിങ്കൽ കോട്ടയിൽ അടിച്ചു ചിതറും പോലെ കണ്ണിൽ തുള്ളികൾ വെള്ളി പതിച്ച അയാളുടെ താടിരോമങ്ങളിൽ വീണ് ചിതറി. 2 പേരും കുറച്ചുനേരം ഒട്ടിക്കിടന്നു. 2. വൈതൽമല വിനോദസഞ്ചാര കേന്ദ്രത്തിൽ വാച്ചറായി ഒഴിവുണ്ടെന്ന് തോമസ് പത്രത്തിൽ കണ്ടതാണ്. ദിവസവേതനമായതുകൊണ്ട് തോമസിൻ്റേതല്ലാത്ത മറ്റ് അപേക്ഷകളൊന്നും ഓഫീസിലെത്തിയില്ല. ജോലിയിൽ ജോയിൻ ആവുന്ന ദിവസം പൊട്ടംപ്ലാവിലെ പള്ളിക്ക് മുന്നിലുള്ള ചായക്കടയിൽ പ്രദീപൻ സാർ വണ്ടി നിർത്തി. തോമസ് ഇതുവഴിയൊക്കെ വന്നിട്ടുണ്ടോ? ചൂട് ഗ്ലാസ് ധൃതിപ്പെട്ട് ബെഞ്ചിൽ വെക്കുന്നതിനിടെ പ്രദീപൻ സാർ ചോദിച്ചു. പള്ളിക്ക് മുന്നിലുള്ള കരിങ്കൽ തെട്ട് നോക്കിയിരിക്കെ തോമസ് ഇല്ലെന്ന് തലയാട്ടി. വേതനം കുറവാണെങ്കിലും ഉയരത്തിലുള്ള ഈ ജോലി ഒരു സുഖമാ, പ്രദീപൻ സാർ ചിരിച്ചു. മുകളിലോട്ട് കയറിപ്പോകുമ്പോൾ വായുവിലുള്ള മർദ്ദം കൂടിക്കൂടി വന്നു. അത് കാരണം തോമസിന്റെ ചെവി കുമിള പൊട്ടും പോലെ അടഞ്ഞു. പ്രദീപൻ സാറിന്റെ പഴയ ആക്റ്റീവ സ്കൂട്ടി കയറ്റം കയറുന്നതിനിടെ അരണ്ടു. ഇടയ്ക്ക് നിന്നു. മറ്റേതോ ലോകത്തേക്ക് ഉയരും പോലെ തോന്നി തോമസിന്. ടിക്കറ്റ് കൗണ്ടറിൽ എത്തിയപ്പോൾ മറ്റൊരു സാറെ കൂടി പരിചയപ്പെട്ടു. നനവുള്ളിടത്ത് നിൽക്കണ്ട, പുഴുവുണ്ടാവും. പുറപ്പെടാമെന്ന് പറഞ്ഞപ്പോൾ സാറ് തട്ടിലുണ്ടായിരുന്ന ഡെറ്റോൾ കുപ്പി വെച്ചു നീട്ടി. പ്രദീപൻ സാറിന്റെ പിറകെ തോമസും നടവഴിയിലൂടെ കയറി. മുന്നിൽ കാണുന്ന ആനപ്പിണ്ടങ്ങൾ നോക്കി സാറ് പഴക്കം പറഞ്ഞുകൊണ്ടിരുന്നു. കിഴക്ക് കർണാടക ഫോറസ്റ്റ്, ആ മടക്ക് പോലെ ഇങ്ങനെ കാണുന്നതുണ്ടല്ലോ, അതാണ് വയനാട്. വ്യൂ പോയിന്റിൽ എത്തുന്നതിന് മുമ്പ് പ്രദീപൻ സാറ് ഡെസ്റ്റിനേഷന്റെ അതിർത്തികൾ പറഞ്ഞു തീർത്തു. കരിങ്കല്ലുകൊണ്ട് കെട്ടിപ്പൊക്കിയ വാച്ച് ടവർ. അവിടെ എത്തിയപ്പോൾ തോമസിന് കിതച്ച് തൊണ്ട പറ്റി. പിറകിൽ സഞ്ചാരികൾ കുതിച്ചും കിതച്ചും മടിച്ചും ശ്രമപ്പെട്ടും ഇറങ്ങി തറഞ്ഞു നിന്ന പോലുള്ള കല്ലും മണ്ണും വെയിലത്ത് മിനുസപ്പെട്ടു കണ്ടു. ബാക്കിയെല്ലാം പച്ച. തൈലപ്പുൽമേട് കാറ്റിൽ ഇളകിക്കൊണ്ടിരുന്നു. വാച്ച് ടവറിന്റെ ആദ്യ തട്ടിൽ ഷീറ്റ് മേഞ്ഞ കൊച്ചു മുറിയുണ്ട്. അത് വാച്ചർക്ക് വേണ്ടിയുള്ളതാണ്. തകരം കൊണ്ടുള്ള അതിന്റെ വാതിൽ തുറന്നു കൊടുത്ത് പ്രദീപൻ സാർ താഴെയുള്ള കോൺക്രീറ്റ് ടാങ്ക് കാണിച്ചു കൊടുത്തു. മുകളിൽ നിന്ന് വരുന്ന ഹോസ് വഴി വെള്ളം ടാങ്കിൽ വീഴുന്നുണ്ട്. അതിന്റെ താഴത്തൊരു വെള്ളക്കെട്ട്. അതിന്റെ കരയിലുള്ള പടർന്ന പുല്ലും ചെടികളും ചെളിയിൽ മെതിഞ്ഞു കിടപ്പുണ്ട്.
മൃഗങ്ങൾ വെള്ളം കുടിക്കാൻ വരുന്നതാ, തോമസ് ശ്രദ്ധിക്കണം, പ്രദീപൻ സാർ ഒരു വാണിംഗ് പോലെ പറഞ്ഞു. റേഞ്ച് കിട്ടാവുന്ന ഒരു ഇടം കണ്ടു പിടിക്കലായിരുന്നു തോമസിന്റെ ആദ്യ പണി. വാച്ച് ടവറിനടുത്തുള്ള മല മുഴുവൻ മൊബൈലും ഉയർത്തിപ്പിടിച്ച് നടന്നു നോക്കി. ഒന്ന് രണ്ട് കുറ്റി സിഗ്നൽ കാണുന്നിടത്ത് 2-3 കല്ലുകൾ അടുക്കി വെച്ചു. വെയിൽ കൊള്ളാത്ത രീതിയിൽ ഒരു അറയുണ്ടാക്കി. മൊബൈൽ അതിനുള്ളിൽ വെച്ചു. വിശന്നപ്പോഴും ദാഹിച്ചപ്പോഴും ഹോസ് വഴി വരുന്ന വെള്ളം കുടിച്ചു. സഞ്ചാരികൾ വന്നു തുടങ്ങുമ്പോൾ അവർക്കൊപ്പം പടിഞ്ഞാറോട്ട് നോക്കി. കാഴ്ച തെളിയുമ്പോൾ പൊട്ടുപോലുള്ള ഏഴിമലയും വളപട്ടണം പുഴയും കടലും കണ്ടുപിടിച്ചു. അല്ലാത്തപ്പോൾ മുർക്കൻ പറമ്പിൽ നിന്ന് ഉയർന്നു പോകുന്ന വിമാനങ്ങളെ നോക്കി. ഒരിക്കൽ സീസൺ കമ്മിയായ പ്രഭാതത്തിൽ മുകളിലേക്ക് കയറുമ്പോൾ മുമ്പിൽ എന്തോ കണ്ടു. കോട മൂടിയിരുന്നു. അതുകൊണ്ട് മുന്നിലുള്ളത് വ്യക്തമായി മനസ്സിലായില്ല. ചുറ്റിലും വലിയ കരിമ്പാറക്കൂട്ടങ്ങൾ. 1-2 തുമ്പിക്കൈയും കാലുകളും കണ്ടു. തോമസ് തിരിഞ്ഞോടി. പല ദിവസങ്ങളിലും അതുപോലെ തിരിഞ്ഞോടേണ്ടി വന്നിട്ടുണ്ട്. ആന പോവും വരെ കൗണ്ടറിലിരിക്കും. അതിനെപ്പറ്റിയൊന്നും അയാൾ നാൻസിയോട് പറഞ്ഞിട്ടില്ല. അവളാണെങ്കിൽ എല്ലാ മാസവും 1-ാം തീയതി തൊട്ട് 5-ാം തീയതി വരെ ആണിയിൽ തൂക്കിയിട്ടിരിക്കുന്ന തോമസിന്റെ പേഴ്സിലും ഷർട്ട് കീശയിലും കൈയിട്ട് നോക്കും. തയ്യൽ മെഷീന് ഒരു മോട്ടോർ വാങ്ങിത്തരണമെന്നും ഒരു കുഴൽ കിണറടിക്കണമെന്നും നാൻസി തോമസിനോട് പറഞ്ഞു. മീനമാസത്തിൽ ഒരു റിട്ടയർഡ് ചരിത്രാധ്യാപകൻ മക്കളും പേരമക്കളുമൊത്ത് മല കയറി വന്നു. മലമുകളിലെ പുല്ലുകളൊക്കെ ഉണങ്ങിയ പരുവമായിരുന്നു. വ്യൂ പോയിന്റിന് അറ്റത്ത് പോകണ്ടെന്ന് പറഞ്ഞിട്ടും മാഷ് കൂട്ടാക്കിയില്ല. തിമിരത്തിന് സർജറി കഴിഞ്ഞത് കാരണം മാഷിന് ഏഴിമല വ്യക്തമായി കാണാമായിരുന്നു. അതിന്റെ സന്തോഷം മാഷിന്റെ മുഖത്തുണ്ടായിരുന്നു. മൂഷിക വംശത്തെ പറ്റിയും ഈ മലയിലേക്ക് കയറി വന്ന വൈതൽക്കോൻ രാജാവിനെ പറ്റിയും പേരമക്കളോടും മക്കളോടും പറഞ്ഞു കൊടുത്തു. അത് തന്നോടും കൂടി പറഞ്ഞതാണെന്ന് തോമസിന് തോന്നി. മാഷിന് മുമ്പിലും അയാൾ കൈകൾ പിണച്ചു നിന്നു. വൈതൽക്കോൻ ഈ മലമുകളിൽ ഒളിവിൽ നിന്നിട്ടുണ്ട്. മാഷ് പറഞ്ഞത് കേട്ട് തോമസ് അടക്കം എല്ലാവരും ചുറ്റിലും നോക്കി. ഇവിടെ രാജാവ് കോട്ട പണിതിട്ടുണ്ട്. മാഷ് അതിർത്തിയിലേക്ക് കൈ ചൂണ്ടിക്കാണിച്ചു. തോമസ് മാത്രം അതിർത്തിയിലോട്ട് നോക്കി. മക്കളും പേരമക്കളും കാഴ്ചകൾ മൊബൈലിൽ പകർത്തുന്നതിനിടയിൽ മുഴുകി. അപൂർവമായേ തോമസിന് ലീവ് കിട്ടാറുള്ളൂ. എങ്കിലും ചെമ്പൻതൊട്ടിയിലുള്ള ഗ്രാമീണ വായനശാലയിൽ നിന്ന് അനിവാര്യമായ മറ്റൊരു ചരിത്ര പുസ്തകം കൂടി കണ്ടെത്തി. പിറ്റേന്ന് തൊട്ട് നാൻസി എൽസയെ പുതുതായി ഒരു ശീലം പഠിപ്പിച്ചു. പപ്പ കുളിക്കാൻ കയറുമ്പോൾ എൽസ പോയി വാതിലിനടിക്കണം. അപ്പോൾ അരി തിളപ്പിക്കുന്നതിനിടയിലോ തടത്തിലിരുന്ന് പാത്രം കഴുകുന്നതിനിടയിലോ നാൻസി തോമസ് കേൾക്കാൻ പറ്റുന്ന തരത്തിൽ ഓരോ ആവശ്യം പറയും. എൽസ സമ്മതിച്ചു. അന്ന് തോമസ് കുളിക്കാൻ കയറിയപ്പോൾ എൽസ ചെന്ന് വാതിലിനടിച്ചു. സ്കൂൾ ബസ്സിനുള്ള കാശുണ്ടോ? പിറ്റേന്നും വാതിലിനടിച്ചു. വീട്ടു ചെലവിനുള്ള കാശുണ്ടോ? പിറ്റേന്ന് നാൻസി തന്നെ വാതിലിനടിച്ചു. കുഞ്ഞിന് മരുന്ന് വാങ്ങാനുള്ള കാശെങ്കിലും തോമസ് മിണ്ടിയില്ല. എൽസ കുറച്ചു നേരം കൂടി കാത്തിരുന്നാൽ അകത്തേക്ക് കയറി പോവാറുണ്ട്. നാൻസി പോയില്ല. പുറത്ത് നാൻസി മൂക്ക് പിഴിഞ്ഞു. അകത്ത് ബാക്കി വന്ന വെള്ളം തോമസ് ശബ്ദമില്ലാതെ തലയിലും കാലിലും ഒഴിച്ചു. അന്ന് മല കയറുമ്പോൾ തോമസിന്റെ കയ്യിൽ ചരിത്ര പുസ്തകം ഉണ്ടായിരുന്നു. സാമാന്യം ചൂടുണ്ടായിട്ടും വ്യൂ പോയിന്റിനരികെ കോട പൊതിഞ്ഞത് തോമസ് ദൂരെ നിന്നേ കണ്ടിരുന്നു. അടുത്തെത്തിയപ്പോഴാണ് ഇതുവരെയും കാണാത്ത ചെന്നായിക്കൂട്ടം ചുറ്റിലും നിരന്നു നിന്നത്. തോമസിനെ കണ്ടപ്പോൾ മുരണ്ടുകൊണ്ട് ചെന്നായകൾ കബഡി കളിക്കാൻ തുടങ്ങി. തോമസ് അനങ്ങാതെ നിന്നു. അതിനിടെ കയ്യിലുള്ള പുസ്തകത്തിന്റെ പിടുത്തം വിട്ടു. ചെന്നായകൾ ഒന്നുകൂടി ഉച്ചത്തിൽ മുരണ്ട് അടുത്തേക്ക് വരാൻ തുടങ്ങി. ചുറ്റും കോട, ചുറ്റും ചെന്നായകൾ. തോമസിന് ജീവിതം നിശ്ചലമായ പോലെ തോന്നി. സന്ദർശകർ ആരെങ്കിലും വരുന്നതുവരെ തോമസ് നോട്ടം തെറ്റാതെ നിന്നു. ഒരു കൂട്ടം കോളേജ് പിള്ളേർ ഇറക്കിമിറങ്ങി വന്നപ്പോൾ ചെന്നായകൾ അയഞ്ഞു. അതിലൊരു പയ്യൻ തക്ക സമയം നോക്കി കല്ലെറിഞ്ഞു. ചെന്നായകൾ കാട്ടിലേക്ക് മറഞ്ഞു. അതിനു പിന്നാലെ കോടയും കാറ്റിൽ നേർത്തുപോയി. വാച്ച് ടവറിന്റെ മുറിയിലിരുന്ന് തോമസ് ചരിത്ര പുസ്തകത്തിന്റെ പുറംചട്ട തുടച്ചു വൃത്തിയാക്കി. ഫ്രെയിമിളകിയ കണ്ണടയെടുത്ത് മുഖത്ത് വെച്ചു. ദൂരെയുണ്ടായിരുന്ന മൊബൈലിലെ ഒരു കുറ്റി റേഞ്ചിനെ പിടിച്ച് നാൻസി വിളിച്ചുകൊണ്ടിരുന്നു. തോമസ് വായന നിർത്തിയില്ല. ആന്ധ്രയിൽ നിന്ന് 2000 കൊല്ലം മുമ്പ് വൈതൽക്കോന്മാർ കേരളത്തിലേക്ക് പുറപ്പെട്ടു. സമുദ്രഗുപ്ത ചക്രവർത്തി ദിഗ്വിജയത്തിനായി തെക്കൻ ദിക്കിലേക്ക് ഇറങ്ങി. നാൻസി അപ്പോഴും വിളിച്ചുകൊണ്ടിരുന്നു. ചക്രവർത്തി എത്തുമ്പോഴേക്കും കപ്പം കൊടുത്ത് കീഴടങ്ങാൻ വൈതൽക്കോൻ സമ്മതിച്ചില്ല. അയാൾ ശ്രീശൈലം വിട്ട് തെക്കോട്ട് നടന്ന് ആലക്കോട് നടുവിൽ എരുവിശ്ശേരി കടന്ന് മലയ്ക്ക് മുകളിലെത്തി. അതിനിടയിൽ മൊബൈലിന്റെ ചാർജ് തീർന്നു. നാൻസിയുടെ വിളി നിന്നു. തോമസ് വായന മതിയാക്കി. ഉച്ച കഴിഞ്ഞ് പതിവ് പോലെ സഞ്ചാരികളുടെ വരവ് കണ്ടില്ല. പറ്റാവുന്നത്ര ചുറ്റിക്കണ്ടും ഫോട്ടോ എടുത്തും റീൽസ് എടുത്തും കൂകി വിളിച്ചും രാവിലെ വന്ന പിള്ളേരൊക്കെ മടങ്ങിപ്പോയിരുന്നു. തോമസ് ടാങ്കിനടുത്തേക്ക് വന്ന് ഹോസിൽ നിന്നും മുഖം കഴുകി വെള്ളം കുടിച്ചു. വെള്ളക്കെട്ടിനരികിൽ ഒരു ഒറ്റയാൻ പന്നി നിലംകുത്തി മറിച്ചിടുന്നുണ്ട്. തോമസ് കുറച്ചു നേരം അതിനെ തന്നെ നോക്കി നിന്നു. പിന്നെ കരിങ്കല്ല് കൊണ്ട് പണിത വാച്ച് ടവറിന് മുകളിൽ കയറി പടിഞ്ഞാറേക്ക് നോക്കി. വളപട്ടണം പുഴ, ഏഴിമല, കടൽ. തോമസിന്റെ വെള്ളി പതിച്ച താടിരോമങ്ങളിൽ ഉപ്പ് കടലിന്റെ തിരയിളകി.